ഗുഡ് മോർണിംഗ് ഓൾ. ഞാൻ രാമകൃഷ്ണൻ ടി ബി, സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റാണ്. ഈ ഓഡിയോ കേട്ടതിന് ശേഷം ഡിസ്ക്ലെയിമർ കൂടി വായിച്ചു നോക്കണമെന്ന് താല്പര്യപ്പെടുന്നു. ഇന്നും നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന വൊളാറ്റിലിറ്റി തന്നെയാണ്. ഏഷ്യൻ മാർക്കറ്റ് സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ പൊതുവേ ഒരു മിക്സഡ് ട്രെൻഡാണ് ഇന്ന് ഏഷ്യയിലുള്ളത്. അമേരിക്കൻ മാർക്കറ്റ് സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ ഇന്നലെ അമേരിക്കയിൽ ടെക്നോളജി ഷെയറുകൾ വീണ്ടും റാലി ചെയ്തിരിക്കുകയാണ്. എൻവിഡിയ ഒഴികെ മറ്റ് സ്റ്റോക്കുകളെല്ലാം റാലി ചെയ്തിരിക്കുകയാണ്. ടെസ്ല, ആൽഫബറ്റ്, ആമസോൺ, ആപ്പിള്, ബ്രോഡ്കോം ഈ സ്റ്റോക്കുകളൊക്കെ പുതിയ റെക്കോർഡ് ഹൈറ്റ് ചെയ്തിരിക്കുകയാണ്. ആപ്പിളിൻ്റെ മാർക്കറ്റ് ക്യാപ്പ് ഇപ്പോൾ 3.79 ട്രില്യൺ US$ ഉയർന്നിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ടെസ്ലയുടെ മാർക്കറ്റ് ക്യാപ്പ് 1.48 ട്രില്യൺ US$ ഉയർന്നിരിക്കുകയാണ്. നാസ്ഡാക്ക് വീണ്ടും പുതിയ റെക്കോർഡ് ഹൈറ്റ് ചെയ്തിരുന്നു. S&P ബെറ്ററായിട്ടാണ് ക്ലോസ് ചെയ്തിരുന്നത്. റസൽ 2000 ബെറ്ററായിട്ടാണ് ക്ലോസ് ചെയ്തിരുന്നത്. ഡൗ ജോൺസ് മാത്രമാണ് സ്ലൈറ്റ്ലി വീക്കായിട്ട് ക്ലോസ് ചെയ്തിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഇന്നലെ യൂറോപ്യൻ മാർക്കറ്റുകൾ സ്ലൈറ്റ്ലി വീക്കായിരുന്നു. നമ്മളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ നമ്മൾ ഇന്നലെ വീക്ക് ക്ലോസിങ് ആയിരുന്നു. കമോഡിറ്റികൾ നോക്കുകയാണെങ്കിൽ കമോഡിറ്റികളെല്ലാം തന്നെ സ്ലൈറ്റ്ലി വീക്കായിട്ടാണ് ഇന്ന് മോർണിംഗിൽ ട്രേഡ് ചെയ്യുന്നത്. ഇന്നലെ ക്ലോസ് ചെയ്തിട്ടുള്ള ഗോൾഡ് മാത്രമാണ് ബെറ്ററായിട്ട് ട്രേഡ് ചെയ്യുന്നത്. US ഫെഡിൻ്റെ 2 ദിവസത്തെ പോളിസി മീറ്റിംഗ് ഇന്ന് ആരംഭിക്കുകയാണ്. നാളെ വൈകുന്നേരമാണ് ഡിസിഷൻസ് വരാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ മാർക്കറ്റിനെ സംബന്ധിച്ച് മറ്റന്നാളായിരിക്കും അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് വരാൻ പോകുന്നത്. സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ന്യൂസ് ഫ്ലോസ് അമേരിക്കയിൽ നോക്കുകയാണെങ്കിൽ ഹണിവെൽ ഓട്ടോമേഷൻ അവരുടെ എയറോസ്പേസ് ഡിവിഷൻ ഡീമർജ് ചെയ്യാണ് എന്നാണ് പറയുന്നത്. അതിൻ്റെ ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് ഇന്നലെ ആ സ്റ്റോക്കിലുണ്ടായിരുന്നു. അത്തരത്തിലുള്ളൊരു ഇമ്പാക്റ്റ് ഒരു പക്ഷേ നമ്മുടെ അവിടെയും കാണാനുള്ള ചാൻസസ് ഉണ്ട്. മറ്റു ന്യൂസ് ഫ്ലോസ് നോക്കുകയാണെങ്കിൽ ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സ് ഇന്നലെ 279 കോടി രൂപ വരെ സ്റ്റോക്കുകൾ വിറ്റിരുന്നു. നമ്മുടെ ഫണ്ടുകളും 234 കോടി രൂപ വരെ സ്റ്റോക്കുകൾ വിറ്റിരുന്നു. സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ന്യൂസ് ഫ്ലോസ് നോക്കുകയാണെങ്കിൽ ധനലക്ഷ്മി ബാങ്ക് റൈറ്റ്സ് ഇഷ്യൂ അനൗൺസ് ചെയ്യാൻ പോവുകയാണ്. അതുപോലെ തന്നെ ടെസ്മാക്കോ റെയിൽ 132 kV ഒരു ട്രാൻസ്മിഷൻ ലൈനിൻ്റെ ഓർഡർ ബാക്ക് ചെയ്തിട്ടുണ്ട്. RVNL ഒരു ഓർഡർ ബാക്ക് ചെയ്തിട്ടുണ്ട്. റെയിൽടെൽ ഓർഡർ ബാക്ക് ചെയ്തിട്ടുണ്ട്. ഒപ്പം RMC സ്വിച്ച് ഗിയറിൻ്റെ സബ്സിഡിയറി റിന്യൂവബിൾ എനർജി രംഗത്തേക്ക് കടക്കുകയാണ്. ഒറിയാന പവർ 10,000 കോടി രൂപ റിന്യൂവബിൾ എനർജി രംഗത്ത് സ്പെൻഡ് ചെയ്യുകയാണ്. വേദാന്ത 8.5 രൂപ ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. ഗ്രാവിടെക് ക്വാളിഫൈഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്ലേസ്മെൻറ്റ് നടത്തുകയാണ്. 2226.49 ഫ്ലോർ പ്രൈസ് ഫിക്സ് ചെയ്തിട്ടുള്ളത്. ഇന്നലെ ക്ലോസ് ചെയ്തിട്ടുള്ള IPOs നോക്കുകയാണെങ്കിൽ IKS 52.68 ടൈംസ് ഓവർ സബ്സ്ക്രൈബ്ഡ് ആണ്. BSE SMEയിലത്തെ യാഷ് ഹൈ വോൾട്ടേജ് 181.82 ടൈംസ് ഓവർ സബ്സ്ക്രൈബ്ഡ് ആണ്. ഇന്ന് ക്ലോസ് ചെയ്യുന്ന BSE SMEയിലെ ഹാംസ് ബയോ 195.9 ടൈംസ് ഓവർ സബ്സ്ക്രൈബ്ഡ് ആണ്. ഇന്നാണ് ക്ലോസിംഗ് ഡേ. അപ്പോൾ ഈ IPOയിലൊക്കെ അപ്ലൈ ചെയ്യുന്ന ഇൻവെസ്റ്റേഴ്സിന് കിട്ടുകയാണെങ്കിൽ ലിസ്റ്റിംഗ് ഗെയിൻ കിട്ടാൻ സാധ്യതകളൊക്കെയുണ്ട്. അതോടൊപ്പം തന്നെ മെയിൻ ബോർഡ് IPOs ഓപ്പൺ ചെയ്യാൻ പോകുന്നത് 19-ാം തീയതിയാണ്. കോൺകോഡ് എൻവിറോ സിസ്റ്റംസ് ഉണ്ട്. വേസ്റ്റ് വാട്ടർ രംഗത്തുള്ളൊരു കമ്പനിയാണ്. ഇഷ്യൂ പ്രൈസ് 701 ആണ്. 19-ാം തീയതി ഓപ്പൺ ചെയ്ത് 23-ാം തീയതി എൻഡ് ചെയ്യും. അതുപോലെ തന്നെ ട്രാൻസ് റെയിൽ ലൈറ്റിംഗ് ലിമിറ്റഡിൻ്റെ ഇഷ്യൂ അപ്പർ പ്രൈസ് ബാൻഡ് വന്നിട്ടുണ്ട്. 432 രൂപയാണ് അപ്പർ പ്രൈസ് ബാൻഡ്. 19-ാം തീയതി ഓപ്പൺ ചെയ്ത് 23-ന് ഇഷ്യൂ ക്ലോസ് ചെയ്യും. മമത മിഷനറി 19-ന് ഓപ്പൺ ചെയ്ത് 23-ന് ക്ലോസ് ചെയ്യും. ഇഷ്യൂ പ്രൈസ് അപ്പർ പ്രൈസ് ബാൻഡ് വരുന്ന 243 രൂപ പെർ ഷെയർ ആണ്. ഈ മെയിൻ ബോർഡ് IPOകളിൽ അപ്ലൈ ചെയ്യുന്നത് നന്നായിരിക്കും. ലിസ്റ്റിംഗ് ഗെയിൻ കിട്ടാൻ സാധ്യതയുള്ള IPOs ആണ്. അതോടൊപ്പം തന്നെ NSE SMEയിൽ ഐഡൻറ്റിക്കൽ ബ്രെയിൻസ് സ്റ്റുഡിയോ 2000 ലോട്ട് വരുന്നത്. 18-ാം തീയതി ഓപ്പൺ ചെയ്ത് 20-ാം തീയതി എൻഡ് ചെയ്യും. 54 ഇഷ്യൂ പ്രൈസ്. ഈ IPOയിലും ലിസ്റ്റിംഗ് ഗെയിൻ കിട്ടാൻ സാധ്യതയുള്ള IPO ആണ്. അപ്പോൾ വളരെ കോഷ്യസ് ആയിട്ട് മാർക്കറ്റിൽ മൂവ് ചെയ്യുക. മാർക്കറ്റിൽ വൊളാറ്റിലിറ്റി ഒക്കെ ഉണ്ടാവാം. ഗ്ലോബൽ ഫാക്ടേഴ്സാണ് വൊളാറ്റിലിറ്റി ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെ കോഷ്യസ് ആയിട്ട് മാർക്കറ്റിൽ മൂവ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ട്രേഡിൻ്റെ ആശംസിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ പ്രീ മാർക്കറ്റ് കമൻ്റ് അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.